ഇവിടെ ഒരാൾ കുഞ്ഞിലെ മുതലേ ഭയങ്കര പിശുക്കനായി ജീവിക്കുന്നു. ഓരോ ദിവസവും വാട്ടർ മീറ്റർ ഓടാതിരിക്കുന്നതിനായി തുള്ളി തുള്ളിയായി വീഴുന്ന വെള്ളം ശേഖരിച്ച് യൂസ് ചെയ്യുന്നു. പല്ല് തേക്കാൻ നോക്കുമ്പോൾ പേസ്റ്റ് തീർന്നിരിക്കുന്നു. എന്നാലും ഒരു ചപ്പാത്തി തടി വെച്ച് ഉരുട്ടി പേസ്റ്റ് എടുത്ത് അത് യൂസ് ചെയ്യുന്നു. അതിനുശേഷം അച്ഛനും അമ്മയ്ക്കും ചന്ദനത്തിരി കത്തിക്കുമ്പോൾ പോലും മൂന്നായി ഒടിച്ച് 3 ദിവസം ഉപയോഗിക്കുന്നു. പെട്രോളിന് കാശ് ചെലവാകുമെന്ന് വിചാരിച്ച് വണ്ടി വാങ്ങാത്തയാൾ എവിടെ പോയാലും സൈക്കിളിലാണ് പോകുന്നത്. ഹോട്ടലിൽ പോയാലും ഏറ്റവും വില കുറഞ്ഞ ഫുഡാണ് കഴിക്കാൻ വാങ്ങുന്നത്. അപ്പോൾ അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയറിന്റെ സെയിൽ എന്ന് പറഞ്ഞ് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. ഉടനെ സന്തോഷത്തോടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയ ആൾ എക്സ്പയർ ആവാൻ കുറച്ചുനാൾ മാത്രമുള്ള പ്രോഡക്ട്സ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു. അതിനെങ്കിലും കാശ് കൊടുക്കുമെന്ന് വിചാരിക്കുമ്പോൾ കെട്ടുകണക്കിന് കൂപ്പൺസ് കൊടുക്കുന്നു. അവൻ കൊടുത്ത കൂപ്പൺസ് എല്ലാം അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ബിൽ എമൗണ്ട് 1 yen പോലും ആയിട്ടില്ല. അവന്റെ പിശുക്ക് കാരണം അവന്റെ 35 വയസ്സിനുള്ളിൽ തന്നെ ഏകദേശം 1 മില്യൺ yen അവൻ സമ്പാദിച്ചിരിക്കുന്നു. പക്ഷെ ഒരു ദിവസം അവന് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിയുന്നു. അത് കേട്ട് തകർന്നു പോയവൻ അവന് ഫാമിലി എന്ന് പറയാൻ ആരുമില്ലാത്തത് കൊണ്ട് കുട്ടിക്കാലത്തെ ഫ്രണ്ട്സിനെ കണ്ടെത്തി അവരോടൊപ്പം ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം കയ്യിലെ കാശെല്ലാം കഴിഞ്ഞ് അവൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പോൾ അവർ അവന്റെ റിപ്പോർട്ട് മാറിപ്പോയതാണെന്ന് പറയുന്നു.